കറുപ്പും വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ രാജീവ് ചന്ദ്രശേഖർ ആളൊരു പ്രശ്നക്കാരനാണ്. സുരേന്ദ്രൻ ഉണ്ടായിരുന്നപ്പോൾ എന്തൊരു മനസമാധാനമായിരുന്നു. ഇയാളെ ഇങ്ങോട്ട് ഡൽഹിയിൽ നിന്ന് കെട്ടിയെടുത്തു, ഓരോരോ ശല്യങ്ങൾ തുടങ്ങി. ആദ്യം വന്ന് മകളെ കുരുക്കാൻ വേണ്ടിയിട്ട് SFI കൊണ്ട് FIR ഇടിച്ചു. അത് പോട്ടെന്ന് വയ്ക്കാം, പഴയ ഒരു കാര്യമാണ്. പിന്നെ എന്താ, ഗവർണർമാരെ വിളിച്ചൊരു അത്താഴം കൊടുക്കാന്ന് വിചാരിച്ചപ്പോൾ അത് മുടക്കി ശല്യം. പിന്നെ ഇതുവരെ ഒരു പാർട്ടി സെക്രട്ടറിമാരും പാർട്ടി സംസ്ഥാന KPCC പ്രസിഡന്റുമാരും ആരെയും കയറാൻ സമ്മതിക്കാതിരുന്ന പ്രധാനമന്ത്രിയുടെ വേദിയിൽ വലിഞ്ഞു കയറി വന്നേക്കുന്നു. അതോ 10 മണിക്ക് വിളിച്ചിട്ട് 8:30 വന്നിരിക്കുന്നു. ഇങ്ങനെ കൊണ്ട് തോറ്റു. എന്നാൽ കയറി ചിരിച്ച് ഹാരവും വാങ്ങിച്ചിട്ട് പോയാൽ പോരെ. അവിടെ ഇരുന്നിട്ട് മരുമോനെ റാഞ്ചിയിലോട്ട് അയക്കുകയാണ്. റാഞ്ചിക്ക് അയക്കുമെന്ന് പറയുന്ന മരുമോനെ. റാഞ്ചി എന്നൊരു സ്ഥലമുണ്ട്, അത് ഉത്തരാഖണ്ഡിലാണ്, അതവിടെ ജാർഖണ്ഡിലാണ്. അവിടെ എന്താണ് ആ ആശുപത്രിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്ത് നോക്കണം. ഞാനായിട്ട് പറയത്തില്ല. ഇന്നലെ നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് എത്തി. അതായിരുന്നു വിഴിഞ്ഞം പോർട്ട്. 1991 എന്ന് തുടങ്ങിയ ആ പ്രോജക്റ്റ് എത്രയോ സർക്കാർ വന്നു, എത്രയോ സർക്കാർ പോയി. സംസ്ഥാന സർക്കാർ വന്നു, സംസ്ഥാന സർക്കാർ പോയി. സെൻട്രൽ ഗവൺമെൻറ് വന്നു, സെൻട്രൽ ഗവൺമെൻറ് പോയി. പക്ഷേ അത് സാക്ഷാത്കാരമായിട്ട് ഇന്ന് ഒരു റിയാലിറ്റി ആവുന്ന കാരണമാണ് നരേന്ദ്രമോദിജി. ഇന്നലെ അദ്ദേഹം വന്നു. മൊത്തം ഇന്ത്യയിലും കേരളയ്ക്ക് വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ, ആഘോഷിക്കുമ്പോൾ, സന്തോഷമായൊരു ദിനം ആണ് കാണുമ്പോൾ ഞാൻ പേരെടുക്കുന്നില്ല, ചില രാജവംശത്തെ അവർക്ക് ഒരു സങ്കടം. എന്താണ് സങ്കടം? ഞാൻ നേരത്തെ വന്നു. എന്തുകൊണ്ട് നേരത്തെ വന്നു? പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സംസ്ഥാന പ്രസിഡൻ്റാണ്, അവരുടെ ഒപ്പം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു. അവിടെ ഒരു 8:45 മറ്റവരെല്ലാം VIP ലൗഞ്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം എനിക്ക് വേദിയിൽ പോയി എന്നെ പ്രവർത്തകരെ കാണണം, അവരെ ഒപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ കയറി. എന്നിട്ട് അവിടെ ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കി ജയ് പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിൻ്റെ മരുമകന് വല്ലാത്തൊരു സങ്കടം. ആ സങ്കടം എന്താണ് കാരണം? ഞാനൊരു ഡോക്ടറല്ല, സൈക്കോളജിസ്റ്റ് അല്ല. അപ്പോൾ ആ സങ്കടത്തിൻ്റെ എന്താണ് മരുന്ന്? അദ്ദേഹം ഒരു ഡോക്ടറെ പോയി കാണട്ടെ. ഇരിക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടെന്നുള്ളതാണ് PMOയുടെ വിലയിരുത്തൽ. രാജ്യത്ത് വളരെ അദ്ദേഹം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തെ അധ്യക്ഷനാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രി സംസ്ഥാനത്ത് പ്രധാനമന്ത്രി ഏകപക്ഷീയമായി തീരുമാനിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ഒന്നും വീട്ടിൽ നിന്നുകൊണ്ടോ നടത്തുന്ന പരിപാടിയല്ലല്ലോ. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തുറമുഖം. PGയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി വരുന്നതിന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് സദസ്സിലും വേദിയിലുമുള്ള എല്ലാ അതിഥികളും എത്തേണ്ടതാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്ര മാത്രമേ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ചെയ്തിട്ടുള്ളൂ. ഇനി പറയാ വികസനം കൊണ്ടുവരുന്നു കേരളത്തിൽ. ഇയാൾ പുതുതായിട്ട് എന്ത് വികസന കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്? സ്വർണ്ണക്കടത്തിൽ നമ്മൾ വികസനം നടത്തിയില്ലേ? ഇത്രയും സ്വർണം കടത്തി ഏതെങ്കിലും സമയമുണ്ടോ? 30 കിലോ സ്വർണം കടത്തുന്ന ബാഗ് കടത്താൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി, ഒരു IAS കാരനെ നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രത്യേക ജോലിക്ക് വെച്ചില്ലേ? ഇതൊന്നും ഈ വികസനമൊക്കെ നിങ്ങൾ കാണാതെ പോകാൻ പറ്റുമോ? നമ്മൾ ബിരിയാണി ചെമ്പിൽ വരെ വികസനം നടത്തിയില്ലേ? എന്തിന്? ക്ലിഫ് ഹൗസ് സന്ദർശിക്കുന്ന ആദ്യത്തെ രാഷ്ട്രത്തലവനായിട്ട് ഷാർജ സുൽത്താന ഞങ്ങൾ കൊണ്ടുവന്നില്ലേ? പിന്നെ മതസൗഹാർദ്ദത്തിന്റെ പേരിൽ നമ്മൾ ഈന്തപ്പഴത്തിൽ വരെ നമ്മൾ വികസനം കൊണ്ടുവന്നില്ലേ? സിയാപ്പിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയ വികസനം എല്ലാം നമ്മൾ ചെയ്യിച്ചില്ലേ?
ഡോളറിൽ വികസനം വരുത്തിയില്ലേ? ഡോളർ കടത്തിൽ നമ്മൾ എന്ത് വികസനമാണ് വരുത്തിയത്? ഡോളർ ഇവിടെ ആർക്കെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുടെ ഡോളർ, അത് CPM-കാർക്ക് ഏറ്റവും വിരോധമുള്ള സാധനമാണ് അമേരിക്കക്കാരുടെ ഡോളർ. അതുവരെ നമ്മൾ വികസിപ്പിച്ചു കൊടുത്തില്ല. ഇതിൽ കൂടുതൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇയാൾ ഈ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. കരുവന്നൂരിൽ വികസനം നടന്നില്ലേ? കേരളത്തിൽ മുഴുവൻ കേരളയിലും മഞ്ഞക്കുറ്റി കൊണ്ടിട്ടില്ലേ? ഈ വികസനമൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളെ കൊണ്ട് ഇത്രയും കാലം മഞ്ഞക്കുറ്റി കേരളത്തിൽ മൊത്തം ഉടയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പറ്റിയിട്ടില്ല. എത്രയോ മാസം ഞങ്ങളെടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ മഞ്ഞക്കുറ്റികൾ കൊണ്ട് കേരളം നിറച്ചത്. കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. അടുക്കളയിൽ വരെ ഞങ്ങൾ മഞ്ഞക്കുറ്റി ഇട്ട് കൊടുത്തു, ചോദിച്ചവർക്കും ചോദിക്കാത്തവർക്കും. അടുക്കളയ്ക്കകത്ത് വരെ നമ്മൾ മഞ്ഞക്കുറ്റി ഇട്ട് കൊടുത്തു. അത് പോലീസിനെ ഉപയോഗിച്ചിട്ട് പോലീസിന്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് നമ്മൾ മഞ്ഞക്കുറ്റി ഇട്ട് കൊടുത്ത്. ഈ വികസനം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇനി നമ്മുടെ ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം വികസിപ്പിച്ചില്ലേ? അവിടുത്തെ മതിലിന്റെ പൊക്കം വികസിപ്പിച്ചില്ലേ? നീന്തൽക്കുളത്തിനകത്ത് പശുത്തൊഴുത്ത് വികസിപ്പിച്ചില്ലേ? പശുക്കളുടെ എണ്ണം കൂട്ടിയില്ലേ? ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? വെറും 2 കോടി രൂപ കൊടുത്തിട്ട് ഒരു ബസ് വാങ്ങിച്ചിട്ട് കാസർഗോഡ് തിരുവനന്തപുരം വരെ വന്നിട്ട് ആ ബസ് ഇപ്പൊ എവിടെ പോയെന്ന് ആർക്കും ഒരു പിടിയില്ല. കണ്ടം വെച്ച് ഏതോ ആക്രിക്കാരൻ വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ വികസിപ്പിച്ചില്ലേ? കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ വികസിപ്പിക്കാൻ ഒരു ബസ്സിൽ ഞങ്ങൾ മന്ത്രിമാരെല്ലാം കൂടെ വന്നില്ലേ? പിന്നെ മന്ത്രിമാരുടെ എണ്ണം തന്നെ നമ്മൾ കൂട്ടിയില്ലേ? ക്യാബിനറ്റ് റാങ്ക് ഉള്ളവരുടെ എണ്ണം നമ്മൾ കൂട്ടിയില്ലേ? എന്തിന്? ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 2 വോട്ടുള്ളവരുടെ എണ്ണം നമ്മൾ കൂട്ടി തന്നില്ലേ? ഇനി എന്തൊക്കെയാണ് നമുക്ക് കേരളത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്? ഈ 60 വർഷം ഭരിച്ച കോൺഗ്രസിനെ കൊണ്ടും 10-15 വർഷം ഭരിച്ച BJP കൊണ്ടും AKG സെന്റർ പോലുള്ള ഒരു കൊച്ചു കെട്ടിടം വയ്ക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അത് മുഖ്യമന്ത്രി കൊണ്ട് ഉദ്ഘാടനം നമ്മൾ ചെയ്യിപ്പിച്ചില്ലേ? ഈ വികസനങ്ങളൊന്നും നിങ്ങൾ കാണാതെ പോകരുത്. ഇനി വ്യവസായ വികസനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ സ്മാർട്ട് സിറ്റിയുടെ, കൊച്ചിയിലെ സ്മാർട്ട് സിറ്റിയുടെ പ്രൊജക്ടിന്റെ കാലാവധി നമ്മൾ വികസിപ്പിച്ചില്ലേ? 5 വർഷമായിരുന്നത് 15 വർഷമാക്കി തന്നില്ലേ? ഇതിൽ കൂടുതൽ നമുക്ക് വികസിപ്പിക്കാൻ പറ്റുമോ? ഇനി മരുമോന്റെ ജില്ലയായ കോഴിക്കോട് ഗോളിയോർ റയോൺസ് തൊട്ട് ഇന്ന് വരെ പൂട്ടിയ സ്ഥാപനങ്ങളുടെ കണക്ക് എടുത്തിട്ട് ആ ലിസ്റ്റ് നമ്മൾ എന്തുമാത്രം വികസിപ്പിച്ചു? 2-3 പേജിൽ എഴുതി തീർക്കാൻ പറ്റത്തില്ല. അത്രയും സ്ഥാപനങ്ങൾ നമ്മൾ ഇത്രയും വർഷം കൊണ്ട് പൂട്ടിച്ചില്ലേ? നമുക്ക് കൊണ്ട് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിഫ് ഹൗസിലെ സെക്യൂരിറ്റി ഗാർഡ് എണ്ണം കൂട്ടിയില്ലേ? എസ്കോർട്ടുകാരുടെ എണ്ണം വികസിപ്പിച്ചില്ലേ? എന്തിന്? നാട്ടിലെ റോഡ് മുഴുവൻ നിതിൻ ഗഡ്കരിയെ കൊണ്ട് വികസിപ്പിക്കാൻ നിങ്ങൾ ആരെങ്കിലും കൊണ്ട് സാധിച്ചോ? ഞങ്ങൾ പറഞ്ഞിട്ടാണ് നിതിൻ ഗഡ്കരി റോഡ് മുഴുവൻ ഹൈവേ കംപ്ലീറ്റ് വികസിപ്പിച്ചതും അതിനെയൊക്കെ 6 വരിയും 8 വരിയും പാതയാക്കിയത്. ഇതൊക്കെ നിങ്ങൾ കാണാതെ പോയി കഴിഞ്ഞിട്ട് വെറുതെ വികസിത കേരളം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച നടത്തിയിട്ട് എന്തിനാ ഞങ്ങളെ കൂടാതെ എങ്ങനെ കേരളത്തിൽ വികസനം നടത്തുന്നത്? ഞങ്ങളെ വിളിച്ചോ നിങ്ങൾ വികസിത കേരളത്തിന്റെ ചർച്ചയ്ക്ക്? ഇല്ലല്ലോ. എന്തിന്? കലാസാംസ്കാരിക കേരളത്തിന് ഭംഗിയായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു മെഗാ തിരുവാതിര നടത്തില്ല. ഇത്രയും വലിയൊരു തിരുവാതിര കേരളം കണ്ടിട്ടുണ്ടോ? കേരളത്തിന്റെ സാംസ്കാരിക കേരളത്തിന് കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി കലാമണ്ഡലം യൂണിവേഴ്സിറ്റിക്ക് വൈസ് ചാൻസലറായിട്ട് ഗുജറാത്ത് മോദിയുടെ നാടായ ഗുജറാത്തിൽ നിന്ന് തന്നെ ഞങ്ങളൊരു വൈസ് ചാൻസലർ കൊണ്ട് നിങ്ങൾക്ക് തന്നില്ലേ? കേരളത്തിലെങ്കിലും കിട്ടാത്തതുകൊണ്ടാണെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. പിന്നെ തെറിയാശാന്റെ സഹോദരന്റെ ഭൂമിയുടെ വിസ്തൃതി ഞങ്ങൾ എന്തുമാത്രം വർദ്ധിപ്പിച്ചു കൊടുത്തു? CMR നമ്മൾ വികസിപ്പിച്ചില്ലേ? മകളുടെ മാസപ്പടി വികസിപ്പിച്ചില്ലേ? ഒന്നുമില്ലെങ്കിൽ കേരളത്തിൽ SFI എന്ന് പറഞ്ഞൊരു സാധനത്തിനെ കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ട് അവരെ കോവളം കടൽത്തീരം കാണിച്ച ഞങ്ങളല്ലേ? മരുമോന്റെ ജില്ലയിൽ നിപ്പ കൊണ്ടുവന്നില്ലേ? ഇത്രയും ആദർശശാലിയായ ശൈലജ ടീച്ചറെ കൊണ്ട് നമ്മൾ PP കിറ്റ് വാങ്ങിപ്പിച്ചില്ലേ? വികസിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു നികുതി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഈ കാലത്തിനിടയ്ക്ക് 9 വർഷം കൊണ്ട് സ്ത്രീകളുടെ ഏറ്റവും കൂടിയ നീളമുള്ള സമരം ഞങ്ങളുടെ കാലത്ത് ഞങ്ങളല്ലേ ഓർഗനൈസ് ചെയ്ത് തന്നത് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ആശമാർ ആണെങ്കിൽ പോലും അവർ ആശയോടെ സമരം ചെയ്യാണ്. പക്ഷെ ഇത്രയും 100 വർഷം നീണ്ട സ്ത്രീകളുടെ സമരം കേരള ചരിത്രത്തിൽ എവിടെയുണ്ട്? ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയുണ്ട്? ഇതൊന്നും വികസനമായിട്ട് നിങ്ങൾ കാണാതിരിക്കരുത്. എന്തിന്? വാഴക്കൊലയ്ക്ക് ഡോക്ടറേറ്റ് കൊടുത്തില്ലേ? ഞാൻ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറുമ്പോഴത്തേക്ക് ശൈലി കുറച്ച് മാറിപ്പോകുന്നുണ്ട്. മൈക്ക് കാണുമ്പോൾ നാഗവല്ലി ആവുന്നു എന്നൊക്കെ കൂട്ടുകാർ കളിയാക്കാണ്. 99% മാർക്ക് പാസ് നമുക്ക് SSLCക്ക് ഉണ്ടാക്കിയില്ലേ? ബാക്കി 0.5% കുട്ടികൾ പരീക്ഷ എഴുതാൻ വന്നിരുന്നെങ്കിൽ നമ്മൾ 100% ആക്കുമായിരുന്നു. അത് അവർ പരീക്ഷ എഴുതാൻ വരാതിരുന്നത് ഞങ്ങളുടെ കുറ്റമാണോ? 9353 നമ്പർ മന്ത്രിയെ കൊണ്ട് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ? മുഴുവൻ വിദ്യാർത്ഥികൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം മാർക്ക് നൽകേണ്ടതില്ല എന്ന സർക്കാരിന്റെ ഉത്തരവ് പരിഗണിച്ച് ഈ വർഷത്തെ റിസൾട്ട് തയ്യാറാക്കി നന്നായിട്ട് അറിയായിരുന്നു ഈ തൊണ്ടക്കറി കുരുങ്ങി. അത് വിട്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 20
അവന് അക്ഷരം പഠിപ്പിച്ചേ? അക്ഷരം അറിയില്ല, നാക്കും പഠിക്കില്ല. 28,450. കുറഞ്ഞ ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് വയനാടാണ്. 9,353. 9,353. കൊലപാതക കേസിലെ കുട്ടികളെ കൊണ്ടുവരെ ഞങ്ങൾ പരീക്ഷ എഴുതിപ്പിച്ചു നോക്കി. SSLC പരീക്ഷ. സിദ്ധാർത്ഥനെ ഞങ്ങൾ വികസിപ്പിച്ച് ഞങ്ങൾ സിദ്ധാർത്ഥനെ മോക്ഷം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് അയച്ചു. ഉടലോടെ ഞങ്ങൾ സ്വർഗത്തിലോട്ട് അയച്ചു. അദ്ദേഹം സത്യാഗ്രഹം കിടന്ന് മരിച്ചതാണ്. നിരാഹാര സത്യാഗ്രഹം കിടന്ന് മരിച്ച രക്തസാക്ഷിയാണ് ഞങ്ങൾ. വെറും കൊലപാതകത്തിന് CBI അന്വേഷണം നടത്തുന്നതിനെതിരെ ഞങ്ങൾ 8 കോടി രൂപ കൊടുത്തിട്ട് സുപ്രീം കോടതിയിൽ കേസ് വാദിച്ചില്ലേ? ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടിയെ കൊണ്ട്, ഞങ്ങളുടെ മുന്നണിയെ കൊണ്ട് മാത്രമല്ലേ സാധിക്കുള്ളൂ. കൊടിസുനിക്ക് ഞങ്ങൾ എന്തുമാത്രം പരോള് നീട്ടിക്കൊടുത്തു. കൊടിസുനിയുടെ പരോള് ഞങ്ങൾ എന്തുമാത്രം വികസിപ്പിച്ചു. ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചിട്ട് കോൺഗ്രസിനെ കൊണ്ട് ഗവർണറുടെ സെക്യൂരിറ്റിക്ക് കേന്ദ്രസേനയെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അത് നിങ്ങളെ കൊണ്ട് ഇനിയും സാധിക്കത്തില്ല. ഒന്നും വേണ്ട. ഈ അരനൂറ്റാണ്ടിനിടയ്ക്ക് കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ദേശീയ സെക്രട്ടറി കൊടുത്ത് വികസിപ്പിക്കാൻ സാധിച്ചില്ലേ? അത് നിങ്ങൾ കാണാതെ പോകരുത്. ഇതൊക്കെ കാണാതിരുന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ACCT എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ മെനക്കെട്ട് വന്ന് ആ ഉള്ള ബിസിനസ്സും കൂടെ കളഞ്ഞു കുളിച്ചിട്ട് എന്തിനാണ് ഞങ്ങൾ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് കേരളം മുഴുവൻ ഇങ്ങനെ നടക്കുന്നത്? 30 ജില്ലകളുണ്ടത്ര കേരളത്തിൽ. ഞങ്ങൾക്കറിയത്തില്ലേ? 30 ജില്ലകളിൽ നടന്ന് കേരളത്തെ വികസിപ്പിച്ച് കളയുമെന്നും പറഞ്ഞ് എന്തിനാ വെറുതെ നിർബന്ധം പിടിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു വികസന സമ്മിറ്റ് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാമായിരുന്നു. നമുക്കൊരു ചില പിന്തുണയൊക്കെ നമ്മൾ നൽകുമായിരുന്നു. യൂസഫ് അലി വരെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. യൂസഫ് അലിയെക്കാളും വലിയ വ്യവസായിയൊന്നും അല്ലല്ലോ. അപ്പം നമുക്കൊരു മാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കേരളത്തിലും വേണമായിരുന്നു. അതിന് അദ്ദേഹത്തിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഇയാൾ കേരളത്തിൽ മൊത്തം വികസിപ്പിച്ചു കളയെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ സ്കോപ്പ് ഉള്ളത്? നന്ദി, നമസ്കാരം.